എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് അങ്ങേയറ്റം വളരെയധികം ലെത്താർജിക്കായിട്ടോ ക്ഷീണിതനായിട്ടോ നിങ്ങളുടെ തന്നെ എബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഈ രീതിയിലോ പലപ്പോഴും അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ സ്വയം ഫീൽ ചെയ്യാറുണ്ടോ? അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടോ? അത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. നിങ്ങൾ ജോലി നിങ്ങളുടേതായ രീതിയിൽ ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇമോഷണലി എന്തോ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ എബിലിറ്റിയെ സ്വയം ഡൗട്ട് ചെയ്യാറുണ്ടോ? സംശയിക്കാറുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി തോന്നാറുണ്ടോ? ഇതിനൊക്കെ കാരണം നിങ്ങളുടെ എബിലിറ്റി അല്ല എന്നും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ നാർസിസ്റ്റായ കോവർക്കറോ അതല്ലെങ്കിൽ ബോസോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ അതായിരിക്കാം. അതായത് നിങ്ങളുടെ കോവർക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ നിങ്ങളെ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നത് എന്നുള്ള വശം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ മനസ്സമാധാനവും നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ കരിയറും ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം. ഇന്നത്തെ കാലത്തെ വർക്ക് പ്ലേസ് എന്നുള്ളത് നിങ്ങളുടെ സ്കിൽസോ അതല്ലെങ്കിൽ എബിലിറ്റീസോ അതല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസോ ഒന്നുമല്ല, ആളുകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. നിങ്ങളുടെ അന്തരീക്ഷത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അത്തരം അന്തരീക്ഷത്തിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതായത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരു കോവർക്കറോ ബോസോ നിങ്ങളുടെ ജോലിയിൽ വളരെയധികം മോശമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിഞ്ഞ് അതിന് തക്കതായ രീതിയിൽ നിങ്ങൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടത് അങ്ങേയറ്റം അത്യാവശ്യമാണ്. നിങ്ങളുടെ കോവർക്കർ അല്ലെങ്കിൽ ബോസ് ഒരു നാർസിസ്റ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൈനാണ്. ആ വ്യക്തിക്ക് വളരെയധികം എക്സാച്ചറേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അദ്ദേഹത്തിനോട് വളരെയധികം ഇമ്പോർട്ടൻസ് തോന്നുകയും മറ്റുള്ളവർ ആ വ്യക്തിയെ അവഗണിക്കുകയോ അദ്ദേഹത്തിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായി പറയുകയോ സംസാരിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ അദ്ദേഹം അങ്ങേയറ്റം അപ്സെറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സ്പോട്ട് ചെയ്യാം അദ്ദേഹം ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. അവരെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ അവർക്കത് താങ്ങാൻ കഴിയുകയില്ല. ഈവൻ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം പോലും എന്തെങ്കിലും തെറ്റാണ്, ഇതിങ്ങനെ അല്ല ചിന്തിക്കേണ്ടത്, വേറെ രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്ന് മറ്റുള്ളവർ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുന്നത് പോലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുകയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് ദേഷ്യം വരും, ഡിഫെൻസീവായി അദ്ദേഹം പെരുമാറും, ഷെയിം അദ്ദേഹം കാണിക്കും. കൂടെ ആ പറയുന്ന ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനെ പോലും അവർക്ക് ഉപയോഗപ്രദമായ സ്റ്റോറിയായി മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ അവരുടെ സൈൻ. അടുത്തത് നാർസിസ്റ്റിന് എമ്പത്തി ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എത്ര വർക്ക് ലോഡ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് താല്പര്യമില്ല. എത്രത്തോളം നിങ്ങൾ ജോലി ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് താല്പര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും മാനസിക സമ്മർദ്ദത്തിലാണോ എന്നുള്ള വിഷയം അവരെ ബാധിക്കുന്നതേയില്ല. ഏത് രീതിയിലാണെങ്കിലും നിങ്ങളെ അങ്ങേയറ്റം ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ എമോഷണലി ടോർച്ചർ ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ ലാക്ക് ഓഫ് എമ്പതി കൂടെയും ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു നാർസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല. അടുത്തത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അവർ നിങ്ങളുടെ എബിലിറ്റീനെ, നിങ്ങളുടെ ഓർമ്മ ശക്തിയെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എല്ലാം നിങ്ങൾ തന്നെ സംശയിക്കത്തക്ക രീതിയിൽ നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. കുറേ കാലം ഇത് തുടർന്നാൽ നിങ്ങൾ തന്നെ സംശയിക്കാൻ തുടങ്ങും. ഞാൻ അത്രയും മോശപ്പെട്ട വ്യക്തിയാണോ? പലപ്പോഴും നിങ്ങൾക്ക് ഗിൽറ്റ് ഫീലിംഗ് തോന്നാം. ഞാൻ ഇത്രയധികം വർക്ക് ചെയ്തിട്ടും ഞാൻ എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരാം. ഒരുപക്ഷെ ഇതെല്ലാം എൻ്റെ തെറ്റാണ് എന്ന് വരെ നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്യാൻ തുടങ്ങി എന്നും വരാം. അതാണ് ഗ്യാസ് ലൈറ്റിംഗ്.
ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ കോവർക്കറിനോ ബോസിനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം തീരുമാനിക്കാം ആ വ്യക്തി ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയാണ്. ആ വ്യക്തി കാരണമാണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം.